ഹരി ഓം. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ടാമത്തെ ശ്ലോകമാണ്. ഭൂതാത്മാ പരമാത്മാ ച മുക്താനാം പരമാഗതി അവ്യയഃ പുരുഷഃ സാക്ഷി ക്ഷേത്രജ്ഞോക്ഷര ഏവ ച. ഇതില് ഭൂതാത്മാ, പരമാത്മാ, മുക്താനാം പരമാഗതി, അവ്യയ, പുരുഷ, ഇത്രയും നാമങ്ങൾ കണ്ടു കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് 15ാമത്തെ നാമം സാക്ഷി എന്നതാണ് കാണേണ്ടത്. സാക്ഷി എന്നാൽ എല്ലാം കാണുന്നവൻ എന്നാണ് അർത്ഥം. ശങ്കരാചാര്യൻ ഇങ്ങനെയാണ് ഭാഷ്യത്തിൽ എഴുതിയിരിക്കുന്നത്. സാക്ഷാൽ അവ്യവധാനേന സ്വരൂപബോധേന ഈക്ഷതേ പശ്യതി സർവം ഇതി സാക്ഷി. അതായത് ശുദ്ധബോധ രൂപത്തിൽ, ചൈതന്യ രൂപത്തിൽ എല്ലാത്തിനെയും നേരിട്ട് കാണുന്നവനാണ് സാക്ഷി. സാക്ഷി എന്നാൽ നേരിട്ട് ശരിയായി കാണുന്നവനാണ്. അതാണല്ലോ കോടതിയിലൊക്കെ പോയി കഴിഞ്ഞാലും ദൃക്സാക്ഷി എന്നൊക്കെ പറയുന്നത്. വല്ലവരും കണ്ട് പറഞ്ഞു കേട്ട് പറയുന്നതിനെ സാക്ഷി എന്ന് പറയില്ല. നേരിട്ട് ശരിയായി കാണുന്നവനെ മാത്രമേ സാക്ഷി എന്ന് പറയുള്ളൂ. അതാണ് സാക്ഷാൽ ഈക്ഷതേ ഇതി സാക്ഷി. ജ്ഞാനേന്ദ്രിയങ്ങളുടെയും മനസ്സിന്റെയും സഹായമില്ലാതെ ജീവജാലങ്ങൾക്കൊന്നും കാണാൻ പറ്റില്ല. നമുക്കൊന്നും കാണാൻ പറ്റില്ലല്ലോ. കണ്ണില്ലെങ്കിൽ നമുക്കൊന്നും കാണാൻ പറ്റില്ല. ഇവിടെ കാണുക എന്നതിന് കാണുക, കേൾക്കുക, രുചിക്കുക, ഇങ്ങനെ എല്ലാ അർത്ഥവും എടുക്കണം. അതായത് ജ്ഞാനേന്ദ്രിയങ്ങൾ കൊണ്ട് നമ്മൾ അനുഭവിക്കുന്ന എല്ലാത്തിനെയും ഈ കാണുക എന്ന പദത്തിൽ എടുക്കണം. ചുരുക്കത്തിൽ പറഞ്ഞാൽ നമുക്ക് അനുഭവിക്കാൻ ജ്ഞാനേന്ദ്രിയങ്ങൾ വേണം. എന്നാൽ ഭഗവാനായിട്ട് ഇതൊന്നും കൂടാതെ നേരിട്ട് സകലതും വീക്ഷിക്കുന്നു. മനസ്സിന്റെയും ഇന്ദ്രിയങ്ങളുടെയും ഒന്നും സഹായമില്ലാതെ തന്നെ എല്ലാം കാണാൻ കഴിയുന്നതിനാൽ, അനുഭവിക്കാൻ കഴിയുന്നതിനാൽ ഇവയുടെ ഒന്നും കുറവുകളും മാലിന്യങ്ങളും ഭഗവാന്റെ ദൃഷ്ടിയെ ബാധിക്കുന്നില്ല. അതായത് മനസ്സിന്റെയും ഇന്ദ്രിയങ്ങളുടെയൊക്കെ കുറവുകളൊന്നും ഭഗവാനെ ബാധിക്കുന്നില്ല. നമ്മളിപ്പോ കണ്ണുകൊണ്ട് കാണുമ്പം കണ്ണിന് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ കാണുന്നത് ശരിയായിരിക്കില്ല. ചിലർക്ക് ഉണ്ടല്ലോ ഈ നിറങ്ങളൊന്നും ശരിക്ക് കാണാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. അവർ കാണുന്നത് ശരിയായിട്ടുള്ള രൂപമൊന്നും ആയിരിക്കില്ല. അപ്പം അത്തരം ദോഷങ്ങളൊന്നും ഭഗവാന്റെ ദൃഷ്ടിയെ ബാധിക്കുന്നില്ല. മറ്റെല്ലാ ജീവജാലങ്ങൾക്കും ഒരു അനുഭവത്തിനായി ശ്രമിക്കണം. നമ്മൾ എന്തെങ്കിലും കാണണമെങ്കിൽ അത് നോക്കണം. എന്തെങ്കിലും കേൾക്കണമെങ്കിൽ അത് ചെവി അതിനായിട്ട് നമ്മൾ ട്യൂൺ ചെയ്യണം. അല്ലാതെ നമ്മൾ ശരിക്ക് മനസ്സിലാവില്ല. നമ്മൾ അനുഭവം എന്ന് പറഞ്ഞാല് ഒരു മനസ്സിലാകുന്ന ഒരു അനുഭവത്തിനെയാണ് പറയുന്നത്. വെറുതെ ശബ്ദം കേൾക്കുന്നതല്ല. അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകണമെങ്കിൽ നമ്മൾ അതിന് ശ്രമിക്കണം. എന്നാൽ ഭഗവാനായിട്ട് ഒരു പരിശ്രമവും ഇല്ലാതെ, ഒരു സങ്കല്പവും ഇല്ലാതെ തന്നെ എല്ലാം കാണുന്നു, എല്ലാം അറിയുന്നു, സകലതിൻ്റെയും സാക്ഷിയായി നിൽക്കുന്നു. എന്നാൽ ഇതൊന്നും കൊണ്ട് ബാധിക്കപ്പെടാതെ, ഒന്നിലും ഇടപെടാതെ, ഒരു സൂര്യപ്രകാശം എങ്ങനെയാണോ ഈ ഭൂമിയിൽ മുഴുവൻ വെളിച്ചം പരത്തുന്നത് അതുപോലെ ഭഗവാൻ വിളങ്ങുന്നു. ദൃഗ്ദൃശ്യ വിവേകം എന്ന് പറഞ്ഞൊരു പ്രകരണ ഗ്രന്ഥമുണ്ട്. ആചാര്യസ്വാമികളുടേതെന്ന് ആണ് എല്ലാവരും വിചാരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ വിദ്യാരണ്യ സ്വാമികളാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ പൊതുവെ ശങ്കരാചാര്യരുടെ ഒരു കൃതിയായിട്ടാണ് എടുത്തിരിക്കുന്നത്. അതിനകത്ത് പറയുന്നു, രൂപം ദൃശ്യം ലോചനം ദൃക് തദ്ദൃശ്യം ദൃക് മാനസം ദൃശ്യാധീ വൃത്തയ സാക്ഷി ദൃഗേവ നതു ദൃശ്യതേ. അതായത് കണ്ണ് പറഞ്ഞാൽ എല്ലാ ജ്ഞാനേന്ദ്രിയങ്ങളും ഉൾപ്പെടും ഇതില്. ബാഹ്യദൃശ്യങ്ങളായ ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളെ കാണുന്ന ദൃക്കാണ്. ഈ ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങൾ ഇന്ദ്രിയ വിഷയങ്ങളാണ്, ഇന്ദ്രിയങ്ങൾ കൊണ്ട് കാണുന്ന വസ്തുക്കളാണ്. അവയെ കാണുന്ന ദൃക്കാണ് കണ്ണ്. ഉൾക്കണ്ണാകുന്ന മനസ്സിന് ജ്ഞാനേന്ദ്രിയങ്ങൾ ദൃശ്യമാണ്. മനസ്സുകൊണ്ടാണ് നമ്മൾ ജ്ഞാനേന്ദ്രിയങ്ങളെ അറിയുന്നത്. അപ്പോൾ ജ്ഞാനേന്ദ്രിയങ്ങൾ ദൃശ്യമാണ്, മനസ്സാണ് ദൃക്ക്. ദൃക്ക് വെച്ചാൽ കാണുന്നയാള്. എന്നാൽ മനസ്സിനെയും കാണുന്ന അന്തര്യാമിയാണ് ശരിയായ ദൃക്ക്. അതാണ് നമ്മുടെ സാക്ഷി ചൈതന്യം. ആ ദൃക്ക് ഒരിക്കലും ദൃശ്യമാകുന്നില്ല. അതിനെ മറ്റൊരാൾക്ക് കാണാൻ പറ്റില്ല, അനുഭവിക്കാൻ പറ്റില്ല. അത് സബ്ജക്റ്റാണ്, നമ്മൾ തന്നെയാണ്.
ഇത് തന്നെയാണ് എഴുത്തച്ഛൻ ഹരിനാമകീർത്തനത്തിലും വളരെ മനോഹരമായി പറഞ്ഞിരിക്കുന്നത്. അർക്കാനലാതി വെളിവൊക്കെ ഗ്രഹിക്കും ഒരു കണ്ണിന് കണ്ണുമനമാകുന്ന കണ്ണതിന് കണ്ണായിരുന്ന പൊരുൾ താനെന്നുറയ്ക്കുമളവാനന്ദമെന്തു ഹരിനാരായണായനമാ. സൂര്യൻ, അഗ്നി മുതലായ വെളിച്ചമൊക്കെ കാണുന്നത് കണ്ണ് എന്ന ഇന്ദ്രിയമാണ്. ഈ കണ്ണിനെയും കാണുന്ന കാഴ്ചക്കാരൻ മനസ്സാണ്. മനസ്സിനെ കണ്ടനുഭവിക്കുന്ന വെളിച്ചമോ അത് ഞാൻ തന്നെയാണ്. ഈ അറിവുണ്ടായിക്കഴിഞ്ഞാൽ ലഭിക്കുന്ന ആനന്ദത്തിന് അതിരുകളൊന്നുമില്ല. സകല കളങ്കങ്ങളെയും നശിപ്പിക്കുന്ന നാരായണനെ ഞാൻ നമിക്കുന്നു, നമസ്കരിക്കുന്നു. ഇത് ശങ്കരാചാര്യരുടെ ഏകശ്ലോകി എന്ന് പറഞ്ഞൊരു കൃതിയുണ്ട്. അതിൻ്റെ ഒരു ഭാഷാനുവാദമാണെന്ന് പറയാം. ആ ശ്രുതി ഇങ്ങനെയാണ് പറയുന്നത്: കിം ജ്യോതിസ്തവ ഭാനുമാനഹനിമേ രാത്രൗ പ്രദീപാദികം സ്യാദേവം രവിദീപദർശനവിധൗ കിം ജ്യോതിരാഖ്യാഹി മേ ചക്ഷുസ്തസ്യ നിമീലനാദിസമയേ കിം ധിയോ ദർശനേ കിം തത്രാഹമദോ ഭവാൻ പരമഹം ജ്യോതിസ്തദസ്മി പ്രഭോ. സത്യം അന്വേഷിച്ച് ഗുരുസന്നിധിയിലെത്തിയ ശിഷ്യന് ഗുരു ചോദ്യോത്തര രൂപത്തിൽ സത്യം വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. ഗുരു ചോദിക്കുന്നു: ഹേ ശിഷ്യ, എന്ത് വെളിച്ചമാണ് ഇവിടെ ഉള്ളത്? കിം ജ്യോതിഷ് അസ്തി. ശിഷ്യൻ പറയുന്നു: ഭാനുമാൻ അഹനിമേ രാത്രോ പ്രദീപാധികം. പകല് സൂര്യനും രാത്രിയില് അഗ്നി, അതായത് വിളക്ക് മുതലായവയുമാണ് ഇവിടെയുള്ള വെളിച്ചം. സ്യാത് ഏവം, ശരി, അത് ശരി തന്നെ. രവിദീപ ദർശന വിധോ കിം. ഈ സൂര്യനെയും അഗ്നിയെയും ഒക്കെ കാണാൻ നിന്നെ സഹായിക്കുന്ന വെളിച്ചം എന്താണ്? ജ്യോതിരാഖ്യാഹിമേ ചക്ഷുഹു. എൻ്റെ കണ്ണുകളാണ്. എൻ്റെ കണ്ണുകളാണ് സൂര്യനെയും ചന്ദ്രനെയും ഒക്കെ കാണാൻ എന്നെ സഹായിക്കുന്നത്. ഗുരു ചോദിക്കുന്നു: തസ്യ നിമീലനാദി സമയേ കിം. കണ്ണുകൾ അടച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് വെളിച്ചമാണുള്ളത്? ധീഹി, എൻ്റെ മനസ്സ്. ശിഷ്യൻ പറഞ്ഞു. ഗുരു: അപ്പോൾ മനസ്സിനെ കാണാൻ സഹായിക്കുന്ന വെളിച്ചമോ? ധിയോ ദർശനേ കിം തത്ര അഹം. ശിഷ്യൻ പറഞ്ഞു: ഗുരു, അത് ഞാൻ തന്നെയാണ്. അപ്പോൾ ഗുരു പറഞ്ഞു: ശിഷ്യ, അതുകൊണ്ട് നീ തന്നെയാണ് എല്ലാത്തിനെയും പ്രകാശിപ്പിക്കുന്ന അന്തിമമായ വെളിച്ചം. എല്ലാത്തിനെയും കാണുന്ന ഭഗവാൻ തന്നെ സാക്ഷി. സൂര്യപ്രകാശം പോലെ എല്ലാം കാണുന്ന, എന്നാൽ ഒന്നിലും ഇടപെടാത്ത, ഒന്നിനാലും ബാധിക്കപ്പെടാത്ത സാക്ഷിയാണ് ഭഗവാൻ. ഇനി അടുത്തത് ക്ഷേത്രജ്ഞൻ. ലോകത്തിലുള്ള എല്ലാ വസ്തുക്കളെയും അറിയുന്നവനാണ് ക്ഷേത്രജ്ഞൻ. ശങ്കരഭാഷ്യം: ക്ഷേത്രം ശരീരം ജാനാതി ഇതി ക്ഷേത്രജ്ഞഃ. ക്ഷേത്രം എന്നാൽ ഈ ഭൗതിക ശരീരം ഉൾപ്പെടുന്ന സ്ഥൂല സൂക്ഷ്മ പ്രപഞ്ചമാണ്. ഈ ക്ഷേത്രത്തിനെ അറിയുന്ന, നിയന്ത്രിക്കുന്ന ശക്തിയാണ് ക്ഷേത്രജ്ഞൻ. ഭഗവത്ഗീതയിലെ ക്ഷേത്രജ്ഞ വിഭാഗ യോഗത്തിൽ, അതായത് 13-ാം അധ്യായത്തിൽ ഭഗവാൻ ക്ഷേത്രത്തെ ഇങ്ങനെയാണ് നിർവചിക്കുന്നത്. അർജുനന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ ശരീരത്തിലാണ് തുടങ്ങുന്നത്. ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രമിത്യഭിധീയതേ ഏതദ്യോ വേത്തി തം പ്രാഹു ക്ഷേത്രജ്ഞ തദ്വിദഃ. ഹേ അർജുന, ഈ ശരീരത്തെ ക്ഷേത്രമെന്ന് പറയുന്നു. ക്ഷേത്രത്തെ അറിയുന്നവനെ ക്ഷേത്രജ്ഞൻ എന്നും, ഈ ശരീരത്തെ ഉള്ളിൽ നിന്ന് കാണുന്ന, ഇതെന്റെ ശരീരമാണ് എന്ന് പറയുന്ന ഞാൻ തന്നെയാണ് ക്ഷേത്രജ്ഞൻ. പിന്നീട് 5, 6 എന്ന ശ്ലോകങ്ങളിൽ ഭഗവാൻ ക്ഷേത്രത്തെ കൂടുതൽ വിശദമായി പറയുന്നുണ്ട്. ക്ഷേത്രം എന്നത് സൂക്ഷ്മ പഞ്ചഭൂതങ്ങളും 10 ഇന്ദ്രിയങ്ങളും, അതായത് 5 ജ്ഞാനേന്ദ്രിയങ്ങളും 5 കർമ്മേന്ദ്രിയങ്ങളും, മനസ്സും അഹങ്കാരവും, ഇന്ദ്രിയ വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിലെ സകല വസ്തുക്കളും ഇന്ദ്രിയ വിഷയങ്ങളാണല്ലോ. അപ്പോൾ പ്രപഞ്ചത്തിലെ സകല വസ്തുക്കളും രാഗം, ദ്വേഷം, സുഖം, ദുഃഖം, ചേതന, ധൈര്യം, ചുരുക്കത്തിൽ പറഞ്ഞ പ്രപഞ്ചം മുഴുവൻ ഉൾപ്പെടുന്നതാണ് ക്ഷേത്രം എന്ന് പറയുന്നത്. ഈ ക്ഷേത്രത്തെ അറിയുന്നവൻ, സാക്ഷിയായിരുന്നുകൊണ്ട് അനുഭവിക്കുന്നവനാണ് ക്ഷേത്രജ്ഞൻ. മഹാഭാരതത്തിൽ ശാന്തിപർവത്തില് ഇങ്ങനെയാണ് പറയുന്നത്:
ക്ഷേത്രാണി ഹി ശരീരാണി ബീജം ചാപി ശുഭാശുഭം താനി വേത്തി സ യോഗാത്മാ തത ക്ഷേത്രജ്ഞ ഉച്യതേ. ഈ ശരീരങ്ങൾ ക്ഷേത്രങ്ങളാണ്. ശുഭാശുഭ കർമ്മങ്ങൾ, പുണ്യങ്ങളും പാപങ്ങളും അവയുടെ ബീജങ്ങളാവുന്നു. യോഗാത്മാവായ ഭഗവാൻ അവയെ അറിയുന്നതിനാൽ ക്ഷേത്രജ്ഞൻ എന്നറിയപ്പെടുന്നു. ഞാൻ സാക്ഷിയും, സാക്ഷി വെച്ചാൽ ഭോക്താവ്, അനുഭവിക്കുന്നവൻ, സബ്ജക്റ്റ്. എന്നിൽ നിന്ന് വേറിട്ടതൊക്കെ വസ്തുവും അല്ലെങ്കിൽ ഒബ്ജക്ട്സ്, ജഡവസ്തുക്കളാണ്, ചൈതന്യമില്ലാത്തവയാണ് ആണ്. അതായത് ഞാൻ സബ്ജക്റ്റും ബാക്കിയെല്ലാം, ഞാൻ ഒഴിച്ച് ബാക്കിയെല്ലാം ഒബ്ജക്ട്സുമാണ്. അതാണ് പ്രപഞ്ചം എന്ന് പറയുന്നത്, ജഗത്ത്. ഭഗവാനെ എന്നിൽ നിന്ന് വിഭിന്നമായി കാണുകയാണെങ്കിൽ ഭഗവാനും ഇതുപോലെ മറ്റൊരു ജഡമായ വസ്തുവായി തീരും. അത് അസ്ഥിരവുമായിരിക്കും, എന്നുവെച്ചാൽ വരികയും പോവുകയും ചെയ്യുന്നതായിരിക്കും. വരികയും പോവുകയും പ്രത്യക്ഷമാവുകയും അപ്രത്യക്ഷമാവുകയും ചെയ്യുന്നതൊന്നും പരമാത്മാവാവുകയില്ല. കാരണം അതൊന്നും സ്ഥിരമല്ലല്ലോ. അതുകൊണ്ട് തന്നെ ഭഗവാനെ എന്നിൽ നിന്ന് ഭിന്നമായി കാണാൻ പാടില്ല. ഈശ്വരൻ നാം അനുഭവിക്കുന്ന ഒരു വസ്തു അല്ലെങ്കിൽ ഓബ്ജക്റ്റ് അല്ലെങ്കിൽ പിന്നെ സുഖദുഃഖങ്ങളെ അനുഭവിക്കുന്ന ഭോക്താവാണോ? ഈശ്വരനൊരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ പിന്നെ സബ്ജക്റ്റ് ആയിരിക്കുമോ? ഈശ്വരനൊരു ഭോക്താവാണെങ്കിൽ ഈശ്വരനും സുഖദുഃഖങ്ങളും പുണ്യഭാവങ്ങളും എല്ലാം ഉണ്ടാവും. അപ്പോൾ ഈശ്വരനും ഒരു സംസാരിയാവും, പുനർജന്മം ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. ഭോക്താവും വസ്തുവും അല്ലെങ്കിൽ ബോത്ത് സബ്ജക്റ്റ് ആൻഡ് ഒബ്ജക്റ്റ്, ക്ഷേത്രവും ക്ഷേത്രജ്ഞനും രണ്ടും ഭഗവാനാണ്. എന്നാൽ ഭഗവാൻ ഭോക്താവുമല്ല, വസ്തുവുമല്ല, സബ്ജക്റ്റുമല്ല, ഒബ്ജക്റ്റുമല്ല. ഇതിൽ നിന്നൊക്കെ ഉയർന്നതാണ്. ഇതിനെയൊക്കെ അതിക്രമിച്ച സ്ഥാനമാണ് ഭഗവാന്റേത്. എന്നാൽ ഈ ഈശ്വരന്റെ സാന്നിധ്യമില്ലാതെ ഒരു വസ്തുവും ഉണ്ടാവുകയുമില്ല. ഇനി അടുത്തതായി അക്ഷരം. അക്ഷര എന്ന 17ാമത്തെ നാമമാണ്. അക്ഷര എന്ന് പറഞ്ഞാൽ ക്ഷരം ഇല്ലാത്തവൻ, അതായത് നാശമില്ലാത്തവൻ എന്നാണ് അർത്ഥം. ശങ്കരാചാര്യർ പറയുന്നത് നക്ഷരതീതി അക്ഷരഃ നശ്നോതേർവാ സ്വരപ്രത്യയാന്തസ്യ രൂപ അക്ഷര ഇതി. ഒരിക്കലും നശിക്കാത്തതാണ് അക്ഷരം. എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നത് അക്ഷരം. അപ്പോൾ അക്ഷരം എന്നാൽ നാശരഹിതമാണെന്ന് കണ്ടു, അല്ലെങ്കിൽ ഒരിക്കലും നശിക്കാത്തതാണ്. ക്ഷേത്രം അഥവാ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും ഒരിക്കൽ നശിക്കുന്നതാണ്. എന്നാൽ ക്ഷേത്രജ്ഞനായ ഈശ്വരൻ ഒരിക്കലും നാശമില്ലാത്തവനാണ്. ഇവിടെ അക്ഷരം എന്ന് പറഞ്ഞത് നേരത്തെ കണ്ട ക്ഷേത്രജ്ഞനുമായി ബന്ധപ്പെടുത്തി വേണം കാണാൻ. ക്ഷേത്രജ്ഞൻ എന്ന് പറയുന്നത് ഓരോ ജീവനിലും ഉള്ള ജീവചൈതന്യമാണ്. അക്ഷരം എന്നത് സർവവ്യാപിയായ അവ്യയനായ ചൈതന്യ സ്വരൂപം, ബ്രഹ്മം. അതായത് പ്രപഞ്ചത്തിന്റെ ഉള്ളിൽ ഇരിക്കുന്ന ആത്മാവാണ്, പരമാത്മാവാണ് അക്ഷരം എന്ന് പറയുന്നത്. ക്ഷേത്രജ്ഞൻ എന്ന് പറയുന്നത് ജീവാത്മാവാണ്. അല്ലെങ്കിൽ അക്ഷരം സാക്ഷാൽ ചൈതന്യവും, അതായത് ബിംബ ചൈതന്യം. ക്ഷേത്രജ്ഞൻ പ്രതിബിംബ ചൈതന്യവുമായി എടുക്കാം. കൂടാതെ വ്യാപിക്കുക എന്ന അർത്ഥമുള്ള അസ് എന്ന ധാതുവിൽ നിന്ന് വന്നതിനാൽ എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ സർവവ്യാപി എന്ന അർത്ഥവും അക്ഷരം എന്നതിനെടുക്കാം. ഇങ്ങനെ എടുക്കുമ്പോൾ ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്ന ഏവ ച എന്ന വാക്കുകൾ ക്ഷേത്രജ്ഞ അക്ഷര ഏവ ച എന്ന് പറയുന്നുണ്ടല്ലോ. അതിൽ ഏവ ച എന്ന വാക്കുകൾ ഇവയുടെ ഐക്യത്തെ കാണിക്കുന്നു. അതായത് ക്ഷേത്രജ്ഞനായ ജീവാത്മാവും അക്ഷരനായ പരമാത്മാവും ഒന്ന് തന്നെ, ഞാൻ തന്നെ. തത്വം അസി എന്ന മഹാവാക്യമാണ് ഇവിടെ പറയുന്നത്. തത് എന്ന പരമാത്മാവും അല്ലെങ്കിൽ അക്ഷരവും ത്വം എന്ന ജീവാത്മാവും ക്ഷേത്രജ്ഞനും ഒന്ന് തന്നെ. ഇത് തന്നെയാണ് 13ാം അധ്യായത്തിൽ കൃഷ്ണൻ പറയുന്നത്. ക്ഷേത്രജ്ഞം ചാഭിമാം വിദ്ധി സർവക്ഷേത്രേഷു ഭാരത. 13:2 രണ്ടാം ശ്ലോകം. എല്ലാ ക്ഷേത്രങ്ങളിലും ഇരിക്കുന്ന ക്ഷേത്രജ്ഞൻ ഞാൻ അല്ലെങ്കിൽ ഭഗവാൻ അക്ഷരബ്രഹ്മം തന്നെയാണ് എന്നറിയുക എന്നാണ് കൃഷ്ണൻ പറയുന്നത്. ഇതും ഈ ശ്ലോകത്തിന്റെ തന്നെ ഒരു അർത്ഥമായിട്ട് എടുക്കാം. ബാക്കി ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി.
शान्ति शान्ति शान्तिः। हरिः ओम्। श्रीगुरुभ्यो नमः। हरिः ओम्।